കൊച്ചിയിലാണ് സംഭവം. ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി സിഇഒ കാർത്തികയെ കസ്റ്റഡിയിലെടുത്തത് സജിനുണ്ട്. വിവരങ്ങളുമായി സജിൻ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? എത്ര കേസുകളാണ് എടുത്തിരിക്കുന്നത്? എങ്ങനെയാണ് ഒടുവിൽ ഇവർ പിടിയിലാകുന്നത്? ഷാലിനി, കഴിഞ്ഞ ഒരു വർഷ കാലയളവിലാണ് യുവതിയുവാക്കളോട് വിദേശത്ത് വിവിധ ജോലികൾ, നിലവിൽ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസുകളിൽ പരാതികളിൽ അധികവും വിവിധ ജോലികളാണ് വിദേശത്ത് UK-യിലും ഉക്രൈനിലുമെല്ലാമായി ഈ കാർത്തിക ഈ യുവതിയുവാക്കൾക്ക് വാഗ്ദാനം ചെയ്തത്. ഇവരുടെ കൊച്ചിയിലെ സ്ഥാപനം ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടിയുടെ CEO ആയിട്ടാണ് ഈ കാർത്തിക പ്രദീപ് പ്രവർത്തിച്ചിരുന്നത്. ഡോക്ടർ കൂടിയാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിൽ 10,000-ലധികം ഫോളോവേഴ്സ് എല്ലാമുള്ള, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിരന്തരം വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്ന സജീവമായ ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ ഈ ആദ്യ പരാതി തൃശ്ശൂരിൽ നിന്ന് ഒരു യുവതി ആദ്യ പരാതിയുമായി എത്തി. ഇവരിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഓൺലൈനായും നേരിട്ടും 5,23,000 രൂപ തട്ടിയെടുത്തെന്ന പരാതി ഇവർക്കെതിരെ എത്തുന്നു. ഈ പരാതിയുടെ അന്വേഷണം പോലീസ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഇവർ കൊച്ചിയിലെ ഓഫീസ് പൂട്ടി ഒളിവിൽ പോവുകയായിരുന്നു. പിന്നാലെ വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു നടത്തിപ്പുകാരിയാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി തട്ടിപ്പിലെ മുഖ്യ പ്രതിയായ കാർത്തിക പ്രദീപ് പണം നഷ്ടമായ ഉദ്യോഗാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖകൾ പുറത്തുവിട്ടതല്ല, ഉദ്യോഗാർത്ഥികൾ തന്നെ പുറത്തുവിട്ടതാണ്. അതായത് വിദേശത്ത് പോകുന്നതിന് വേണ്ടി, ഇപ്പം കേരളത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളൊക്കെ പഠനം കഴിഞ്ഞിട്ട് വിദേശം ആണല്ലോ ലക്ഷ്യം. അത്ര നല്ല ഭരണമാണല്ലോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ, അതായത് നിലവിൽ ജോലി അല്ലെങ്കിൽ തൊഴിലെന്ന് പറയുന്നൊരു മേഖല നാട്ടിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജീവിത സൗകര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലായതിൻ്റെ പേരിലൊക്കെ തന്നെയാണ്. എന്തായാലും കൊച്ചിയിൽ മാത്രമല്ല, ഒരു പക്ഷേ ഇത് കേരളത്തിലുടനീളം ഉണ്ടെന്നായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി സർക്കാർ ഇടപെട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ഇങ്ങനെയുള്ള കൺസൾട്ടൻസികൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂട്ടിച്ച് ഇങ്ങനെയുള്ള മാന്യ വ്യക്തികളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരണമെന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ പണം കൈപ്പറ്റി 90 ദിവസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കുമെന്നാണ് വാഗ്ദാനം. ഈ കൺസൾട്ടൻസി പറയുന്നത് വിദേശത്ത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും, അതായത് 90 ദിവസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി നൽകുമെന്നാണ് പറയുന്നത്. എന്നാൽ പറഞ്ഞ കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാൻ കാർത്തികയ്ക്കായില്ല. പണം തിരികെ ആവശ്യപ്പെട്ട് കാർത്തികയെ ബന്ധപ്പെട്ടവർക്ക് പൈസ ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഈ ജോലി വിദേശം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് കാശ് കൊടുക്കുന്നവർക്കും അടി കൊടുക്കുക തന്നെ വേണം. ഞാനൊരു അടി കൊടുക്കണമെന്ന് പറഞ്ഞാൽ വേറെ തെറ്റിദ്ധരിക്കില്ല, ഞാൻ ഒരു ഇതിനു വേണ്ടി പറയാണ്, ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്നതാണ്. കാരണം ഇമ്മാതിരി ആൾക്കാരെ എവിടെ വെച്ച് പരിചയവുമില്ല, യാതൊരുവിധ ഡീറ്റെയിലും ഇല്ല. ഒരു കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഓഫീസും ഒരു ചെയറും ഒരു ടേബിളും കണ്ടു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദയവ് ചെയ്ത്, ഒരു പക്ഷേ അവർക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും, മനസ്സിൽ ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഓരോ ഉടായ്പിനകത്ത് നിന്ന് വിട്ടുകൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തൻ്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി. അതായത് ഈ ക്യാഷ് ചോദിക്കുമ്പോഴാണ് ഇമ്മാതിരി ഭീഷണിപ്പെടുത്തൽ വരുന്നത്. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യുക? അത് ഒന്നൊന്നും അല്ല, 1, 2, 3 പേരൊന്നും അല്ല, കുറേ ആൾക്കാരുണ്ടെന്നാണ് ഈ പറയുന്നത്. വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു. എന്തായാലും ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് കാർത്തികയുടെ വെല്ലുവിളിയുടെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഫോൺ വഴി, അതായത് വാട്സപ്പിലായാലും അല്ലാതെ ഫോൺ വിളിച്ചതിൻ്റെ റെക്കോർഡ്സ് ആയാലും ഇവർ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. കാരണം ഇവർ ഭയന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ പുറത്ത് വിടാതെ വെച്ചിരുന്നത്. അപ്പോൾ ഇവർ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതെ, പറ്റിച്ച് ജീവിക്കുകയാണ്, എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ, അത് എൻ്റെ മിടുക്കാണ്, പറ്റിക്കാനായിട്ട് നീയൊക്കെ എന്തിന് നിന്ന് തരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവർ കേരളത്തിൽ കുറച്ച് മന്ത്രവാദം, കുറേ പൂജകൾ, കുഞ്ഞിനെ തള്ളിക്കൊന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടും, ഇങ്ങനെയൊക്കെ കുറേ തട്ടിപ്പുകൾ. അതായത് മനുഷ്യനെ യാതൊരുവിധ കാരണത്താലും
ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ ഉടായ്പകളുണ്ട്. ഇവരൊക്കെ ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഈ പൂജ അല്ലെങ്കിൽ മതവുമായിട്ട് ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സർക്കാർ മേഖലകളിലൊക്കെ ഈ രീതിയിലുള്ള വ്യക്തികളുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കൃത്യമായിട്ട് പൊതുമധ്യത്തിൽ കൊണ്ടുവരേണ്ടത് തന്നെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ജീവിക്കാനായിട്ട് പല മാർഗങ്ങളുമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുക. അത് നോക്കുക, അത് ചെയ്തതും പോരാ, അത് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുകയാണ്. പറ്റിച്ച് ജീവിക്കാനേ എനിക്ക് അറിയൂ. നീയൊക്കെ എന്തിനാണ് എൻ്റെ മുന്നിൽ പറ്റിക്കാനായിട്ട് വന്ന് നിന്ന് തരുന്നത്? അതിൽ കാര്യമുണ്ട്. പക്ഷേ ഈ വൈരാഗ്യത്തിൻ്റെ മേളിലും പിന്നെ മറ്റേ വിദ്യാർത്ഥികളെ വിരട്ടുന്നതിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അതായത് ഇവർക്കൊരു ഭയവുമില്ല, ഇവിടുത്തെ കോടതിയോ സർക്കാരോ ആരും തന്നെ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ താൻ കൂടുന്നുണ്ടോ? വായോ, ഞാൻ സ്ഥലം പറഞ്ഞു തരാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇത്രയും നാൾ ഞാൻ പ്രതികരിക്കില്ലെന്ന് വെച്ച് എൻ്റെ മേൽക്ക് ഡാഷ് കൊണ്ട് വന്നാലുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതവനായാലും പറയാനുള്ളത് ഇവർ പച്ചത്തെറിയാണ് പറയുന്നത് വോയിസ് വഴിയൊക്കെ. എന്തായാലും വോയിസ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പിന്നെ വാർത്തയിലുണ്ടെന്നേ ഉള്ളൂ. പണവും സ്വാധീനവും ഉള്ളതിനാൽ തന്നെ ആർക്കും തൊടാനാവില്ല എന്ന അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു ഈ വെല്ലുവിളികളിൽ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പണത്തിൻ്റെ മാത്രമല്ലല്ലോ, പണം കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്, എത്രയോ വലിയ പിന്നെ മുതലാളിമാരൊക്കെ ഇങ്ങനെ വന്നെന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. ഇവർക്ക് പണമുണ്ട്. സർക്കാരും അതായത് ഇവിടുത്തെ പോലീസ് മറ്റ് അധികാരികളൊക്കെ ഇവർക്ക് ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഇവരിതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നിൽക്കുന്ന കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുറച്ച് കുട്ടി സഹാക്കളും, കോൺഗ്രസിനകത്ത് കുറച്ച് കുട്ടി കോൺഗ്രസ്സുകാരും, അതുപോലെ BJPയിലും ഒക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു സഹായം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിൽ ഇവരെയൊക്കെ വളർത്തുന്നത്. ചെറിയ പോലീസ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവരൊക്കെ SI അല്ലെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഒത്തുതീർപ്പാക്കി വിടും. പല ജില്ലകളിൽ നിന്നും നിരവധി ഉദ്യോഗാർത്ഥികളാണ് കാർത്തികയുടെ മോഹവാഗ്ദാനങ്ങളിൽ വീണത്. കോഴിക്കോട് നിന്നാണ് കാർത്തിക പിടിയിലായത്. പത്തനംതിട്ട സ്വദേശിയാണ് കാർത്തിക. പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കേസൊക്കെ ആവും, ആരെങ്കിലും കേസ് കൊടുത്ത് തന്നെ ഇതൊക്കെ ഒത്തുതീർപ്പ് ആക്കി വിടുന്നത് കൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് പണം മാത്രമല്ല, സർക്കാർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഈ എന്താ പറയുന്നത്, ഈ പണി എടുക്കുന്ന, അതായത് മൈക്കാടുകാരെന്നൊക്കെ പറയാം. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് നേതാക്കൾക്ക് കുറച്ച് മൈക്കാടുകാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഇതിനകത്ത് ഇടനില നിന്നുകൊണ്ട് ഇങ്ങനെയുള്ളവരെ രക്ഷിക്കുന്നത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട്. ഇവർ കേരളത്തിൽ 10 ജില്ലകളിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. എന്താണിത്? വൻ മാഫിയാണ് കേട്ടത്. ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഈടാക്കിയത്. 2022 കാർത്തികയ്ക്കെതിരെ സമാനമായ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ എന്നാണ് കാർത്തിക പറയുന്നത്. പോലീസിനോടും ഇതേ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും MBBS എടുത്തുവെന്നാണ് പറയുന്നത്. 10ാം ക്ലാസ് പോലും പോയി കാണത്തില്ല. ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ നമ്മളെ CPM LDFൻ്റെ സർക്കാരിനെ മൊത്തത്തിൽ മറിച്ചിട്ട് ആ സ്ത്രീ, പിന്നെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു നമ്മളെ മിസ്റ്റർ സരിത നായർ. അപ്പോൾ ഇവർക്കൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പണി. എന്നാൽ യുക്രൈനിൽ നിന്നും കാർത്തിക പഠനം പൂർത്തിയാക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കാർത്തികയുടെ MBBS എന്ന് പറയുന്ന ആ ബിരുദം അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസവും പോലീസ് അന്വേഷണത്തിലാണെന്നാണ് പറയുന്നത്. വ്യാജമാണ് ഡോക്ടർ അവകാശവാദം എന്ന് തെളിഞ്ഞാൽ, അതായത് ഇവർ ഡോക്ടർ ആണെന്ന് പറയുന്നത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ വകുപ്പുകൾ കൂടുകയും ഈ കേസ് കൂടുതൽ പ്രശ്നമാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ തട്ടിപ്പ് കേസിനേക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമായി ഇത് മാറും. കാർത്തികയ്ക്കെതിരെ നിലവിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും കൊച്ചി സെൻട്രൽ
HSO അനീഷ് ജോൺ വ്യക്തമാക്കി. എന്തായാലും തൃശ്ശൂർ സ്വദേശിയിൽ നിന്നും ഓൺലൈനായി അല്ലാതെയും 5.5 ലക്ഷം രൂപ കൈക്കലാക്കിയതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 10 ജില്ലകളിലാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 10 ജില്ലകളെന്ന് പറയുമ്പോൾ എത്രത്തോളം വിദ്യാർത്ഥികൾ അവരുടെ ആ ഒരു മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇതും പോരാഞ്ഞിട്ട് അവർ പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലുള്ള എല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ വെല്ലുവിളിക്കുന്നത്.